ഹേ ഓൾ വെൽക്കം ബാക്ക്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. വീട്ടിലുണ്ടായിരുന്നിട്ടുള്ളൊരു ഡേ അല്ല. ഇന്നത്തെ ഒരു ദിവസം ഫുൾ ഞങ്ങൾ പുറത്തായിരുന്നു കേട്ടോ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ കുക്കിങ്ങോ അങ്ങനത്തെ മറ്റു കാര്യങ്ങളോ ഒന്നും ഇന്നത്തെ ഒരു ദിവസം ഉണ്ടായിരുന്നില്ല കേട്ടോ. മോസ്റ്റ്ലി എൻ്റെ എല്ലാ വീഡിയോസും ഒരു വീക്കെൻഡ് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതും ഒരു വീക്കെൻഡ് വ്ളോഗാണ്. എല്ലാവരും ഫ്രീ ആണ്. ഇപ്പോഴത്തെ പോലെ തന്നെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ വീക്കെൻഡ്സിലേക്ക് മാറ്റി വയ്ക്കാറുണ്ട് കേട്ടോ ചെയ്യാനായിട്ട്. കുറേ ആയി വിചാരിക്കുന്നത് പുറത്ത് പോയിട്ട് ഫുഡാക്കണം എന്ന്. മോസ്റ്റ്ലി വീട്ടിലേക്ക് ഓർഡർ ആക്കാനാണ് പതിവ്. സോ ഇന്ന് വിചാരിച്ചു ലഞ്ചും പുറത്തുനിന്ന് ആവാന്ന്. എന്താ നോക്ക് എന്തുണ്ടെന്ന് എന്ത് സാധനം? ബുക്കായിട്ട് തിരിച്ചുള്ള വെച്ചാണ്. ബുക്ക് തിരിച്ചു വെച്ചിട്ടാണോ വായിക്കണേ? എന്നിട്ട് എന്ത് സാധനം ഉള്ള ഇവിടെ? എന്താന്ന് അതവിടെ ഇരുന്നോട്ടെ. അത് അവര് വെറുതെ കുന്നു വെച്ചതാ. ബുക്ക് തിരിച്ചു വെച്ചിട്ട് ഓക്കെ ഇപ്പൊ കറക്റ്റാ. ക്യാപ്പ് എടുത്ത് വെച്ച് ഫുഡ് കഴിച്ച് നേരെ പോയത് ഒരു പാർക്കിലേക്കാണ് കേട്ടോ. വലിയ കാര്യമായിട്ട് എനിക്കും ഷിസുക്കും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു സ്ലൈഡ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. കനേഡിയൻ ടെറിൽ ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് കേട്ടോ. ഇതിന് മുന്നേ ഒരു വ്ളോഗിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ തംബ്നെയിലിൽ പറഞ്ഞ പോലെ തന്നെ ക്യാഷ് കൊടുത്ത് വെള്ളം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളും കൊണ്ടും ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് വിചാരിക്കുന്നറിയാം. എന്നാൽ ക്യാഷ് കൊടുത്തിട്ട് വെള്ളം വാങ്ങിക്കാൻ വേണ്ടി പോകാൻ ഇവിടെ വെള്ളത്തിന് വലിയ ദാരിദ്ര്യമൊന്നുമില്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞു തരാം. അവിടെ കയറ്റിട്ട് എൻ്റെ അമ്മൂമ്മ ഇവിടെ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും തന്നെ ബോട്ടിൽഡ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ ഒന്നെങ്കിൽ വെള്ളം തിളപ്പിക്കുക അല്ലെങ്കിൽ ഫിൽറ്റേർഡ് വാട്ടറാണ് യൂസ് ആക്കൽ. അപ്പോൾ കുറേയായി വിചാരിക്കുന്നത് ഇതേപോലൊരു ഡിസ്പെൻസറും ഇതേപോലത്തെ ഒരു ക്യാനും വാങ്ങിക്കുക. കാരണം ഇവിടുത്തെ വെള്ളത്തിന് വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. നാട്ടിലാണെങ്കിലും നമ്മൾ കിണറിലെ വെള്ളം തിളപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്തിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെയും ഞാൻ സെയിം പ്രോസസ്സ് തന്നെയാണ്. പക്ഷേ ഇത് രണ്ടും ചെയ്താൽ തന്നെ നമുക്ക് കുറച്ച് അളവിൽ മാത്രമാണ് വെള്ളം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും ഇതൊക്കെ ചെയ്യുമ്പോൾ ടൈം സേവ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ ഉദ്ദേശം. പിന്നെ ഹെൽത്തി ആയിട്ട് നോക്കുക എന്നുള്ളതും. കാരണം ഏത് വെള്ളമാണെങ്കിലും നമ്മളത് തിളപ്പിച്ചിട്ട് കുടിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെന്ന് പറയുമ്പോൾ വൺ ടൈം പേയ്മെൻ്റ് ആണ്. $15 ഫോർ ദാറ്റ് ബോട്ടിൽ ആൻഡ് $10 ആ ഒരു ഡിസ്പെൻസറിനും.
അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ക്യാൻ എന്ന് പറയുന്നത് 18 ലിറ്ററാണ്. ആ 18 ലിറ്റർ വാട്ടർ റീഫിൽ ചെയ്ത് കൊടുത്താൽ മാത്രം നമ്മൾ മതി. ഇതാർക്കും പുതിയൊരു കാര്യമല്ല, കാരണം നമ്മൾ നാട്ടിലെ ഹോസ്പിറ്റൽസിലും എല്ലായിടത്തും കാണുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ ഇത് ഫസ്റ്റ് ടൈമാണ് വാങ്ങി വയ്ക്കുന്നത് തന്നെ. വിത്ത് മിനറൽസും വിത്തൗട്ട് മിനറൽസും ഇവിടെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ നമ്മളതൊന്ന് റീഫിൽ ചെയ്തിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ ഇത്. അന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നൈറ്റ് ആയപ്പോൾ KFC ഓർഡർ ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഷോപ്പിൽ തന്നെ ഫ്രൈഡ് ചിക്കൻ ഉണ്ടെന്ന് അറിഞ്ഞ് നേരെ പിന്നെ അങ്ങോട്ടേക്ക് പോയിട്ടോ. അവിടെ ചെന്നിട്ട് നൈറ്റത്തേക്കുള്ള ഡിന്നർ ഫ്രൈഡ് ചിക്കനും സെറ്റാക്കിയിട്ട് നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവുക ചെയ്തിട്ടുണ്ടായിരുന്നേ. വ്ളോഗ് ബാക്കി എനിക്ക് കണ്ടിന്യൂ ചെയ്യണമെന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ ഒരു ദിവസത്തെ വ്ളോഗ്.